കാന്ത സെൽവമണി സെൽവരാജ്. സോ ഇത് ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡൻസ് ആണ്. ഓക്കെ, എന്തായാലും ഞാൻ പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിൽ നിന്നുള്ള റിയൽ അഭിനയത്തിൽ റിയൽ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത് ശരിക്കും ദുൽഖർ തന്നെയാണ്. ആൻഡ് അഗെയിൻ അദ്ദേഹം ഈ സിനിമയിലൂടെ ഒന്നും കൂടെ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഇൻട്രോ സീനിൽ തന്നെ അദ്ദേഹം വന്നിറങ്ങുമ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ ആ ഇൻട്രോ സീനിൽ കൊടുത്തിരിക്കുന്ന BGM ആയിരുന്നാലും BGM ആയിരുന്നപ്പോഴേ തപ്പുമായിരുന്നു. പക്ഷെ ജെയ്ക്സ് ആണ് ചെയ്തിരിക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരമായിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു കളർ ടോൺ ഇറ്റ്സെൽഫ് ഓരോ ആളുകളെ ചാമാക്കുന്ന രീതിയിലാണ്. അപ്പൊ അത് ഫ്രെയിമിൽ അങ്ങനെ DQ ഒരു പ്രത്യേക ചാം തന്നെയായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഒരു ക്ലാസിക് ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതൊരു മെലോ ഡ്രാമയൊക്കെ കാണുന്ന പോലെ അങ്ങനെ ആസ്വദിച്ചിരുന്ന് കാണാവുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഇത് ജെൻസി അതുപോലെ ആൽഫ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് ഇത് എത്രത്തോളം ഡൈജസ്റ്റ് ആവുമെന്ന് അറിയത്തില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ സിനിമാറ്റോഗ്രഫിയാണ്. ക്ലാസിക്കിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളത് അറിഞ്ഞാണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫർ ഒരു ഫോറിനർ കണ്ടാണെന്ന് തോന്നുന്നു, ഡാനി സാഞ്ചസ് ലോപ്പസ്. ഗംഭീര പരിപാടിയാണ്. എഡ്ര ആന്റണി ഗൊൺസാൽവസ്, അത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു. പിന്നെ സെറ്റ് ഡെക്കറേറ്റർ ഫൈസൽ അലി ഖാൻ, ഗംഭീരം. കോസ്റ്റ്യൂം സഞ്ജന ശ്രീനിവാസ്, പൂജിത തടിക്കൊണ്ട. എന്തായാലും ഇവർക്കൊക്കെ ഒരു ഹ്യൂജ് അപ്രീസിയേഷൻ. കാരണം ഇത് അങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് സിനിമ കണ്ടാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, ലക്ഷ്മി ഭരണി, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. രവി തേജ, വിഷ്വൽ എഫക്ട്സ്. ഇതിനകത്ത് VFX ഒക്കെ കുറച്ചൊന്ന് ഭയങ്കര സംഭവമല്ല എങ്കിലും ഓക്കെ. കാരണം CGക്കൊക്കെ ഒത്തിരി റോളുണ്ട് ഈ സിനിമയ്ക്കകത്ത്. കാരണം ഒരു വേൾഡ് ബിൽഡിങ് പഴയ കാലഘട്ടത്തിലോട്ട് കൊണ്ടുപോകണ കുറെ ഹെലിക്യാം പോലത്തെ ഷോട്ട്സ് ഒക്കെ ഒരു CG VFX ഒക്കെയാണ് സംഭവം. അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് പെർഫോമൻസസ് ആണ്. DQ, ഭാഗ്യശ്രീ ബോസ് ഗംഭീരം. പിന്നെ സമുദ്രകനി. ഇവരുടെ രണ്ടുപേരുടെയും ഒരു ടഗ് ഫോർ ആണ്. അതായത് DQ ചെയ്യുന്ന ക്യാരക്ടറും സമുദ്രകനി ചെയ്ത ക്യാരക്ടറുമായിട്ടുള്ള ഒരു ടഗ് ഫോർ ആണ്. അതെനിക്ക് തോന്നുന്നു ഒരു കാലത്ത് സിനിമാ ഫീൽഡിൽ, അത് ഒരു കാലത്തല്ല ഇപ്പോഴും അത്തരത്തിലുള്ള ഈഗോ ക്ലാഷസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സിനിമാ നടന് അവരുടെ ഒരു ഡോമിനേഷൻ കാണിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു മൊണോപ്പൊളി ഇങ്ങനെ വേണം എന്ന് അവർ തീരുമാനിക്കുന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഒരു നടന്റെ ഡേറ്റ് കിട്ടി, ആ ഡേറ്റ് കിട്ടിയിട്ട് സിനിമ പ്ലാൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ഫിലിം ഫീൽഡിലുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സിനിമ എന്ന് പറയുന്നത് ജനിക്കുന്നതും അതിനെ അങ്ങനെ പരിപോഷിപ്പിച്ചെടുക്കുന്നതും ഒക്കെ സംവിധായകനും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി എഴുതുന്ന ആളുമാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, സ്റ്റോറി എഴുതുന്ന ആൾ തന്നെ അതിന്റെ സംവിധായകനായി മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബ്യൂട്ടി ഉണ്ട്, ആ ഒരു പെർഫെക്റ്റ് സിങ്ക് ഉണ്ട്, ഒരു പെർഫെക്ഷൻ എന്ന് നമുക്ക് പറയാവുന്ന ആ ഒരു സാധനം എല്ലാ സിനിമകൾക്കും കിട്ടാറില്ല. അതായത് സ്റ്റോറി റൈറ്റ് ചെയ്യുന്ന ഒരാളും ഡയറക്ടർ വേറൊരാളും ആകുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ളൊരു പ്രോപ്പർ കോർഡിനേഷൻ എങ്ങനെ അതിനനുസരിച്ച് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നന്നായിട്ട് കിട്ടും. എങ്കിലും ഈ സ്റ്റോറി കൺസീവ് ചെയ്യുന്നതും ഡയറക്ടർ ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ വേറെയാണ്. ഇതൊക്കെ നമ്മൾ കാന്താരയിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഒരു എപ്പിക് ക്ലാസിക് ആയിട്ട് ഇങ്ങനെ പോയിട്ട് സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്ക് ഈ സിനിമ കൊണ്ടൊന്ന് ടേൺ ആവുകയാണ്. അതായത് ഇതിൻ്റെ ജോൺറയൊക്കെ മാറി ഒരു ത്രില്ലർ മോഡിലോട്ട് അങ്ങോട്ട് മാറുക. അവിടെ റാണ ദുഗപതിയുടെ അറൈവൽ. അപ്പൊ അതുവരെ ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്ലാസിക് സാധനത്തിൽ നിന്നൊരു ട്രാൻസിഷൻ സംഭവിക്കുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ടുള്ള പോക്ക് എന്തോ ആ ഒരു നമ്മളെന്തോ ഒരു ഭംഗിയുള്ളൊരു സാധനം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് വന്നപ്പോഴത്തേക്ക് ആ ഒരു ഭംഗി എവിടെയൊക്കെ നഷ്ടപ്പെട്ടതുപോലുള്ളൊരു ഫീലിംഗ് സെക്കൻഡ് ഹാഫിലുണ്ടായിരുന്നു. സിനിമയുടെ ആ ഒരു ജോൺറെ മാറിയൽ വന്നൊരു സംഭവമാണ്. അതൊരു നെഗറ്റീവായിട്ട് ഞാൻ പറയല്ല, ഞാനിപ്പോൾ എടുത്തു പറയാൻ കാരണം അതുവരെ നമ്മളങ്ങനെ കണ്ട് ആസ്വദിച്ച് വന്നൊരു സാധനം ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെ നോൺ ലീനിയർ ആയിട്ട് പാസ്റ്റും പ്രസന്റും അങ്ങനെയുള്ള രീതി തന്നെയാണ് ഇപ്പോൾ സംഭവം സ്റ്റോറി ടെല്ലിങ്. എങ്കിലും അവിടെ പോലും ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു, ഒരു റിതം ഉണ്ടായിരുന്നു. പക്ഷെ ആ സാധനം സെക്കൻഡ് ഹാഫിൽ വന്നത് ഒരു ത്രില്ലർ ജോൺറയായിട്ട് മാറിയപ്പോഴത്തേക്ക് അതെവിടെയൊക്കെ ഒന്ന് ലാഗ് ചെയ്യുന്ന കണക്ക് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടി എവിടെയൊക്കെ ഒന്ന് കുറയുന്ന കണക്ക് ഫീൽ ചെയ്തു. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് DQ, സമുദ്രകനി, ഈ ആക്ട്രസ്, ഇവർ മൂന്നുപേരും തമ്മിലുള്ള ഒരു പ്ലേ ആണ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ അത് അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവ വികാസങ്ങൾ എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു പേസ് എല്ലാം അങ്ങ് മാറി. എനിക്ക് റാണ ദുഗപതി അത്രത്തോളം എനിക്ക് ഒരു സുഖം തോന്നിയില്ല. കാരണം ആ ക്യാരക്ടറിനും ശരിക്കും ഇതുപോലൊരു പ്ലേ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു. അതിന് അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ പ്രശ്നമാണോ അതേ ഇനി സ്ക്രീൻ പ്ലേയിലുള്ള ഇഷ്യൂ ആണോ എന്ന് അറിയത്തില്ല. അദ്ദേഹം ഇവർക്കൊപ്പം എത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ അത് അത്രത്തോളം ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതും എല്ലാം കൂടെ വെച്ചിട്ട് എനിക്ക് സെക്കൻഡ് ഹാഫ് കുറച്ച് ഫസ്റ്റ് ഹാഫിനെ കമ്പയർ ചെയ്തപ്പോഴത്തേക്ക് സെക്കൻഡ് ഹാഫ് ആ ഒരു ജോൺറയൊക്കെ മാറിയപ്പോഴത്തേക്ക് എവിടെയൊക്കെയോ കുറച്ച് അപാകതകളൊക്കെ തോന്നി. കാരണം ആ ഒരു സംഭവം കൂടെ അങ്ങോട്ട് കറക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇത് ഇരുവറൊക്കെ പോലുള്ളൊരു ക്ലാസിക് ഫുൾ ക്ലാസിക് സാധനം പോലെ ആയി മാറിയനെ. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് JXP ജോയുടെ സംഗീതം അത് ഞാൻ എല്ലാ സിനിമയിലും പറയുന്നതാണ്, അദ്ദേഹം ഓരോ സിനിമയ്ക്കും അദ്ദേഹം തന്നെ ട്രാൻസ്ഫോം ആവുകയാണ്. ഓരോ അദ്ദേഹത്തിന്റെ മ്യൂസിക്കൽ എലിമെന്റ്സ് ആയിരുന്നാലും എല്ലാം മാറി ഒരു ന്യൂ സാധനം അദ്ദേഹം. ഇത് ഈ സിനിമ തുടക്കത്തിൽ ആ ഫസ്റ്റ്
ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടപ്പോൾ തന്നെ ഇത് ആരാണ്, ഗംഭീര സാധനമാണല്ലോ എന്ന് തോന്നി. കാരണം ആ തിയേറ്ററിൻ്റെ എഫക്ട്സും അത്യാവശ്യം നല്ല സൗണ്ട് ഡിസൈനിങ് ഒക്കെയാണ് ഞാൻ കണ്ടതും. അത്യാവശ്യം നല്ല മോസ് സൗണ്ടൊക്കെ ഉള്ളൊരു തിയേറ്ററാണ്. ഇപ്പോൾ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള തിയേറ്ററാണ്, ഗംഗ തിയേറ്റർ എന്നാണ് കണ്ടത് ആറ്റിങ്ങിൽ. അപ്പോൾ അതിനകത്ത് ആ സൗണ്ടിൻ്റെ ഒരു പെർഫെക്ഷനൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത് ആരെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. സിനിമ കണ്ട് അവസാനം എഴുതി കാണിച്ചപ്പോൾ മനസ്സിലായി ജെയ്ക്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഗംഭീര സ്കോറിംഗ് ആണ്. സിനിമേനെ എലിവേറ്റ് ചെയ്യുന്നതിലൊക്കെ പ്രത്യേകിച്ച് DQവിൻ്റെ അഭിനയത്തിൻ്റെ ഒരു പീക്ക് പെർഫോമൻസുകളൊക്കെ അതിനകത്തുണ്ട്. ആ സമയത്തൊക്കെ ജെയ്ക്സിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു ബ്യൂട്ടി ആ ഓരോരോ പോർഷൻസിനെയും ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിനകത്തുനിന്ന് പാസ്റ്റിലോട്ട് പോകുന്നുണ്ട്. അത് നോൺ ലീനിയറായിട്ട് പഴയ കാര്യങ്ങളും കൂടെ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പഴയ ടൈപ്പ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ചെയ്തിരിക്കുന്നത്. അതും ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് എന്ത് വേണം അത് ഡെലിവർ ചെയ്യാനായിട്ട് ജെയ്ക്സ് ബിജോയ് എന്ന മ്യൂസിക് ഡയറക്ടറുടെ കഴിവ് അപാരം തന്നെയാണ്. സോ ഓവറോൾ അങ്ങനെ എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. ഈ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ത്രില്ലർ പോർഷൻ വന്നപ്പോഴത്തേക്ക്, ആ ജോൺറ ഷിഫ്റ്റ് വന്നപ്പോഴത്തേക്കുള്ളൊരു ആ ഒരു ബ്യൂട്ടിക്ക് ഒരു ചെറിയ കോട്ടം തട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഫുള്ളി എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. അപ്പം ഞാൻ പിന്നെ എടുത്തു പറയുന്നത് എല്ലാവർക്കും ഈ സാധനം വർക്ക് ആവണമെന്നില്ല. എനിക്ക് എന്തായാലും വർക്കായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 DQവിൻ്റെ പെർഫോമൻസിനെ കൺസിഡർ ചെയ്തിട്ടും സമുദ്രകന്യയുടെ ഒരു രണ്ടുപേരുടെയും കൂടെ പെർഫോമൻസ് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.